നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന്റെ ഉത്തരവുകൾ ഈ ആഴ്ച ഇറങ്ങും. 25-ാം തീയതിയോടൊക്കെ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക. അടുത്ത ആഴ്ചയോടെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. എന്നാൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് ചെയ്തെങ്കിലേ ഈ പെൻഷൻ തുക ലഭിക്കുകയുള്ളൂ എന്നൊക്കെ ചിലർക്ക് സംശയങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സ് വഴി അത്തരം കാര്യങ്ങൾ ചോദിക്കുകയുമുണ്ടായിരുന്നു. നമുക്കിനി സെപ്റ്റംബർ മാസം 30 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ മസ്റ്ററിംഗ് ചെയ്താൽ മതിയാകും. ഈ 3 മാസ കാലയളവിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നില്ല. നമുക്ക് ഒരു തടസ്സവും കൂടാതെ സെപ്റ്റംബർ വരെയുള്ള ആനുകൂല്യം ലഭിക്കും. സെപ്റ്റംബർ മാസവും 30-ാം തീയതി കഴിഞ്ഞ്, അതായത് ഇനിയും ചെയ്യാനുള്ളവർക്കൊക്കെയാണ് പിന്നീട് വരുന്ന മാസങ്ങളിൽ തുക അക്കൗണ്ടിലേക്ക് വരാതാവുന്നത്. അവർക്കെതിരെ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. കാരണം അനർഹരെ കണ്ടെത്തുന്നതിന് മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ എന്ത് കാരണത്താൽ മസ്റ്ററിംഗ് ചെയ്തില്ല എന്നുൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെ സർക്കാർ നടത്തുന്നുണ്ട്. കൃത്യമായിട്ട് ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് കൂടിയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് നടത്തുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളുടെ സംസ്ഥാന സർക്കാർ നൂതന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടും പ്രത്യേക മുൻഗണന നൽകിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കർഷകർക്ക് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങൾ അത് 50% വരെ സബ്സിഡിയിൽ വ്യക്തിഗത രജിസ്ട്രേഷനും അതോടൊപ്പം തന്നെ കാർഷിക സഹകരണ സംഘങ്ങളൊക്കെ ആണെങ്കിൽ 80% വരെയൊക്കെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യം വർഷത്തിൽ ഒന്നാണ് നമുക്ക് ലഭിക്കുക. ഈ സമയത്താണ് അത് പ്രയോജനപ്പെടുന്നതും. അപ്പോൾ എത്രയും വേഗം നിലവിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ശ്രദ്ധിക്കുക. ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അതോടൊപ്പം തന്നെ സബ്സിഡി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന നമ്മളുടെ സമീപ പ്രദേശത്തുള്ള അംഗീകൃത സ്ഥാപനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. നിലവിൽ ഈ ഇത്തരത്തിൽ കാർഷിക ഉപകരണങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർ കർഷകനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ, കർഷകൻ്റെ ഫോട്ടോ, ബാങ്ക് ഡീറ്റെയിൽസ്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതിൻ്റെ കോപ്പി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കയ്യിലുണ്ടാവണം. തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷകൾ നാളെ കൂടി നൽകുന്നതിന് വേണ്ടി സാധിക്കും. ജൂലൈ മാസം 20-ാം തീയതിയോടെ അപേക്ഷകൾ അവസാനിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 50,000-ഓളം കാർഡുകളാണ് നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻഗണനാ കാർഡുകളാക്കി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ വെക്കാനുള്ളവർ എത്രയും വേഗം വയ്ക്കുക. നിരവധി റേഷൻ കാർഡുകൾ അർഹതയുള്ളവർക്ക് വിതരണം ചെയ്യുന്നുവെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സുവർണ്ണ അവസരം പാഴാക്കാതിരിക്കുക. APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിലുള്ളവർക്കാണ് ഈ കാർഡിലേക്ക് മാറുന്നതിന് വേണ്ടി സാധിക്കുക. അതുമാത്രമല്ല, BPL കാർഡ് ലഭ്യമായി കഴിഞ്ഞാൽ പിന്നീട് സൗജന്യ അരി, വിവിധ ക്ഷേമ പദ്ധതികളിൽ മുൻഗണന, ഇങ്ങനെയുള്ള പല നേട്ടങ്ങൾ നമുക്കുണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. അപ്പോൾ എത്രയും വേഗം ഓൺലൈൻ സർവീസ് സെൻറ്റർ വഴി അപേക്ഷകൾ വയ്ക്കുക. നാളെ ഒറ്റ ദിവസം കൂടി ഉള്ളൂ. വരുമാന സർട്ടിഫിക്കറ്റ്, BPL സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ, അതായത് രോഗാവസ്ഥകളുള്ളവരെ തെളിയിക്കുന്ന രേഖകൾ, അതോടൊപ്പം സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ പ്രകാരമൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് മുൻഗണന ലഭിക്കുന്നതിന് കാരണമാകും. നിലവിലുള്ള റേഷൻ കാർഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് കയ്യിലുണ്ടാവണം. ഇതിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയും വേണം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.